നിങ്ങൾ പറഞ്ഞതിനനുസരിച്ചാണ് ദുൽഖറോടൊക്കെ ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ട് ദുൽഖറൊക്കെ ഷെയർ ചെയ്തത്. എന്റെ ഭാര്യക്ക് നിങ്ങൾ തലവേദന ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല. അപ്പൊ നമ്മുടെ മലയാളത്തിൽ ഒരുപാട് നല്ല പാട്ടുകൾ സമ്മാനിച്ച മ്യൂസിക് ഡയറക്ടർ ആയിട്ടുള്ള ഷാൻ റഹ്മാൻ ഒരുപാട് ഹിറ്റ് ഗാനങ്ങൾ പുള്ളിക്കാരൻ കമ്പോസ് ചെയ്തിട്ടുണ്ട് അല്ലേ. തട്ടത്തി മരത്ത് ഓംചാൻ ചോദിച്ചാനെ തുടങ്ങി വിരലിലെണ്ണാവുന്നതിന് അപ്പുറമാണ് പുള്ളിക്കാരൻ സമ്മാനിച്ച ഹിറ്റ് സിനിമയുടെ പാട്ടുകൾ. എന്തായാലും ഇപ്പൊ ഞാൻ പുള്ളിക്കാരനെ കുറിച്ച് സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരനെതിരെയും പുള്ളിക്കാരന്റെ വൈഫിനെതിരെയും വലിയ രീതിയിലുള്ള അലിഗേഷൻ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, കഴിഞ്ഞ ഫെബ്രുവരിയിൽ പുള്ളിക്കാരൻ കൊച്ചിയിൽ വെച്ചൊരു പ്രോഗ്രാം നടത്തിയിരുന്നു. ഉയര എന്നാണ് അതിന്റെ പേര്. വിനീത് ശ്രീനിവാസൻ അടക്കമുള്ള വലിയ വലിയ താരങ്ങൾ പങ്കെടുത്ത ഒരു പ്രോഗ്രാം ആയിരുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ആ പ്രോഗ്രാം നടന്നത്. ഞാൻ വേണമെങ്കിൽ അതിന്റെ റീൽ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതായിരുന്നു പ്രോഗ്രാം. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കും പ്രോഗ്രാമിന്റെ വലിപ്പം എത്രത്തോളാണ് എന്ന്. എന്തായാലും പരിപാടി വൻ രീതിയിൽ സക്സസ് ആയി കഴിഞ്ഞു കേട്ടോ. എല്ലാം അടിപൊളിയായി ഭംഗിയായി തീർന്നു. ഇനി എന്താണ് ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് പ്രശ്നം എന്നാണ് നിങ്ങൾ ചോദിച്ചു വരുന്നത്. അതിലേക്കാണ് വരുന്നത്. ഈ പ്രോഗ്രാം അഥവാ ഈ മ്യൂസിക് കൺസേർട്ട് മാനേജ് ചെയ്തിരുന്നത് ഒറോറ ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കമ്പനി ആയിരുന്നു. ഞാൻ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിന് സ്ക്രീൻഷോട്ട് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഗ്രാംസ് ഒക്കെ മാനേജ് ചെയ്യുന്ന ഒരു ടീമാണ്. ഇത്രയും വലിയൊരു പ്രോഗ്രാം മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ചില്ലറ കഴിവ് പോരല്ലോ. എന്തായാലും അവരുടെ ഭാഗത്തു നിന്നും കാര്യങ്ങൾ അവർ വൃത്തിയായിട്ട് ഭംഗിയായിട്ട് ചെയ്തു. പക്ഷെ ഇവിടെ പ്രശ്നം പറ്റിയത് എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ പ്രോഗ്രാം മാനേജ് ചെയ്യാനായിട്ട് ഈ ഒറോറ കമ്പനിക്കാർ ഷാൻ റഹ്മാനോട് ആവശ്യപ്പെട്ടത് 38 ലക്ഷം രൂപയാണ്. മൊത്തത്തിലുള്ള ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ് ആയിട്ടാണ് അവർ അത് ആവശ്യപ്പെട്ടത്. അത് തരാമെന്ന് ഷാൻ റഹ്മാൻ ഏറ്റിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ പ്രശ്നം പറ്റിയത് എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവരൊരു അഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ്. സാധാരണ ഇത്ര വലിയ പ്രോഗ്രാം ഒക്കെ മാനേജ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അവിടെ ഒരു അഗ്രിമെന്റ് എഴുതി മേടിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ അവരത് ചെയ്തില്ല. വെറും വാക്കാലുള്ള ഒരു അഗ്രിമെന്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപക്ഷെ ഈ ഷാൻ റഹ്മാനും ഒറോറന്റെ ഓണറും തമ്മിൽ ഭയങ്കര സൗഹൃദത്തിലായിരിക്കണം. നീ ചെയ്തടാ, പൈസ ഞാൻ എത്തിച്ചേക്കാമെന്ന് ഷാൻ റഹ്മാൻ പറഞ്ഞു കാണണം. അല്ലാണ്ട് ഒരിക്കലും അഗ്രിമെന്റ് ഇല്ലാണ്ട് ഇത്രയും വലിയ പ്രോഗ്രാം ഒരു കമ്പനി മാനേജ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും പറഞ്ഞ പ്രകാരം പരിപാടിയൊക്കെ നടത്തി. പക്ഷെ പരിപാടി കഴിഞ്ഞപ്പോൾ ഷാൻ റഹ്മാൻ നൈസായിട്ട് മുങ്ങി. ഒറോറ കമ്പനിക്ക് പൈസ ഇല്ലാതെ തേങ്ങാക്കാലും കൊടുത്തില്ല. ചുരുക്കി പറഞ്ഞാൽ നൈസായിട്ട് വിശ്വാസവഞ്ചന കാണിച്ചു എന്നർത്ഥം. അവസാനം ഈ ഒറോറ കമ്പനിയുടെ ഓണർ ആയിട്ടുള്ള ലിജോ കരഞ്ഞുകൊണ്ട് ഒരു വോയിസ് ക്ലിപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിപ്പോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്തായാലും ഒന്ന് കേട്ടു നോക്കാം. പെട്ട അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. ഷാൻ റഹ്മാൻ എത്രത്തോളം ഞാൻ വിശ്വസിച്ചു, പക്ഷെ പുള്ളി എന്നെ കൂടെ നിർത്തി ചതിക്കുക ചെയ്തത്. ഷാനിക്കായാലും ശരി സൈറെത്തിയാലും ശരി രണ്ടുപേരും ഒരുമിച്ച് നിർന്ന് നമ്മളെ പറ്റിക്കുക ചെയ്തത്. കാരണം ഉയരെ 2025 ഞാനായിരുന്നു പ്രൊഡക്ഷൻ വർക്ക് ഫുള്ള് ചെയ്തത്. ടോട്ടൽ പ്രൊഡക്ഷൻ ഞാനാണ് ചെയ്തത് ഉയരയുടെ. ബട്ട് ഈ നിമിഷം വരെ ഇത്രയും വർക്ക് ചെയ്തിട്ട് ഒറ്റ രൂപ പോലും നമുക്ക് തരുന്നില്ല ബ്രോ. പൈസ ചോദിച്ചപ്പോഴത്തേന് പ്രമോഷൻ കിട്ടി നിനക്ക് എന്നുള്ള രീതിയിലുള്ള സംസാരമാണ് പറയുന്നത്. ബെസ്റ്റ്. ഇതൊരു മാതിരി പണം ചോദിക്കുന്ന സമയത്ത് തിരിഞ്ഞിന്ന് കൊഞ്ഞനം കുത്തുന്ന പരിപാടിയായി പോയി. നിനക്ക് എന്തിനാ പൈസ? ഞങ്ങൾ പ്രോഗ്രാം ചെയ്തപ്പോൾ നിന്റെ കമ്പനിക്ക് കുറെ പ്രൊമോഷൻ കിട്ടിയില്ലേ, അതുവഴി കുറെ വർക്കുകൾ വരില്ലേ എന്ന രീതിയിലായി ഷാൻ റഹ്മാന്റെ വർത്താനം. ഇത് വല്ലാതൊരു മൂഞ്ചിക്കലായി പോയി ഷാനിക്ക. ഇങ്ങനൊക്കെ ഒരാളെ പറഞ്ഞു പറ്റിക്കാൻ പാടുണ്ടോ? ഒന്നെങ്കിൽ ഇവിടെ ഷാൻ റഹ്മാന് മുൻകൂട്ടി നിശ്ചയിച്ച് പുള്ളിക്കാരനെ വഞ്ചിച്ചതായിരിക്കണം. അതായത് ഇയാളെ കൊണ്ട് എങ്ങനെയെങ്കിലും പ്രോഗ്രാം നടത്തിച്ചിട്ട് പൈസ കൊടുക്കാതെ മുങ്ങാന്ന് ഷാൻ റഹ്മാൻ ആദ്യം മനസ്സിൽ വിചാരിച്ച് കാണണം. അങ്ങനെ വിചാരിച്ചത് കൊണ്ടായിരിക്കണല്ലോ പുള്ളിക്കാരൻ അഗ്രിമെന്റ് ചെയ്താൽ വിസമ്മതിച്ചത്. പൈസ നിനക്ക് തരാന്ന് വാക്കാലെ പറഞ്ഞത്. ഇനി അതല്ല പരിപാടിയൊക്കെ കഴിഞ്ഞ് പൈസ കൈ കിട്ടിയപ്പോ ഇവരെ നൈസായിട്ട് തട്ടിയേക്കാൻ വന്ന് ഞാൻ വിചാരിച്ചു കാണും. രണ്ടായാലും അതൊരു വിശ്വാസവഞ്ചന തന്നെയാണ്. ഞാൻ ആലോചിക്കുന്നത് അതല്ലേ, ഈ ഇവന്റ് മാനേജ്മെന്റിന്റെ ഒരു മെനക്കേടിനെ കുറിച്ചാണ്. 38 ലക്ഷം രൂപ ഇവർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇവർക്ക് ഈ പരിപാടി സെറ്റ് ചെയ്യാൻ മിനിമം ഒരു 15 ലക്ഷം റുപ്യെങ്കിലും ചെലവായി കാണും. സ്റ്റേജും സെറ്റിംഗ്സും സൗണ്ട്സും എല്ലാം ഒക്കെ ആയിട്ട് നല്ല പൈസ ചെലവായി കാണും. പൈസ മാത്രമല്ല 1-2 ആഴ്ചത്തെ മെനക്കേടുണ്ടാവും. അവര് പറഞ്ഞപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്ത് ഇതെല്ലാം ചെയ്തു കൊടുത്തിട്ട് ഒടുവിൽ പൈസ ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ കൈ കഴുകുന്ന പരിപാടി കാണിച്ചത് വലിയൊരു ചെറ്റത്തരം തന്നെ ആയിപ്പോയി. അറ്റ്ലീസ്റ്റ് അവരുടെ മെനക്കേടെങ്കിലും ഒന്ന് പരിഗണിക്കാമായിരുന്നു. ഇവിടെ ഒറോറ കമ്പനി ഇവന്റ് മാനേജ്മെന്റ് മാത്രമല്ല കേട്ടോ ചെയ്തത്. അതിഥികളായിട്ട് വന്ന ആർട്ടിസ്റ്റുകളുടെ ഫുഡ്, അക്കോമഡേഷൻ, ട്രാവൽ ഇതിനുള്ള എക്സ്പെൻസ് മൊത്തം അവരാണ് വഹിച്ചത്. ഇനി ഇവർ ഈ പ്രോഗ്രാമിനെ മൊത്തം റവന്യൂ എടുത്ത് നോക്കുകയാണെങ്കിൽ 35 ലക്ഷം രൂപ ഇവർക്ക് സ്പോൺസർഷിപ്പിലൂടെ മാത്രം കിട്ടിയിട്ടുണ്ട്. 40 ലക്ഷം രൂപയ്ക്കടുത്ത് ബുക്ക് മൈ ഷോയിലൂടെ ടിക്കറ്റ് മാത്രം വിറ്റ് പോയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞ 1 കോടിക്കടുത്ത് ഇവർക്ക് ഇൻകം കിട്ടിയിട്ടുണ്ട്. അതിനൊരു 38 ലക്ഷം രൂപ എടുത്ത് ഇവർക്ക് കൊടുക്കാനാണ് ഇത്ര പണി. എന്തായാലും തനിക്ക് പറ്റിയ ചതിയെ കുറിച്ച് ഒറോറ കമ്പനിയുടെ ഓണർ ആയിട്ടുള്ള ലിജോ തുടർന്ന് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ കൂടെ ഒന്ന് കണ്ടോക്കാം. എന്നിട്ട് ഷാന്റെ പ്രതികരണം കൂടി കാണേണ്ടത്. എത്രത്തോളം കടപ്പെട്ട് ഒരു ഷോ കാരണം ചെറിയൊരു എമൗണ്ട് അല്ലേ ഇവരെന്നെ പറ്റിച്ചത്. 38 ലക്ഷം രൂപയാണ്. ഇനിയും ആൾക്കാർക്ക് ചെറിയ ചെറിയ എമൗണ്ടുകൾ കൊടുക്കാനുണ്ട്. എനിക്കറിയില്ല ബ്രോ എന്ത് ചെയ്യണമെന്നുള്ള അവസ്ഥയല്ല ഞാൻ ഇപ്പം നിൽക്കുന്നത്. എല്ലാ രീതിയിലും അവരെന്നെ മാനസികമായിട്ടും തകർത്ത് അവർ
തുടക്കം മുതൽ അവരെന്നെ പറ്റിക്കണമെന്നുള്ള രീതിയിലാണ് ഓരോ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്തിരുന്നത്. ഓരോ കാര്യങ്ങളും പറഞ്ഞ് വിശ്വസിപ്പിക്കുകയൊക്കെ ചെയ്ത് പറ്റിക്കണമെന്ന മെൻറ്റാലിറ്റിയിലാണ്. ഞാൻ നവംബർ 26 തൊട്ട് എഗ്രിമെൻറ്റ് ചോദിക്കുന്നു. പ്രോപ്പർ എഗ്രിമെൻറ്റ് തരുന്നില്ല. ഏറ്റവും അവസാനം ഷാൻഡ്രോമാണ് ഡയറക്റ്റ് പോയി കണ്ടു. ഞാൻ എഗ്രിമെൻറ്റ് ഒരു വട്ടം ബാക്കൗട്ട് ചെയ്തു. ജനുവരി 12 ഞാൻ ബാക്കൗട്ട് ചെയ്തു. ഞാൻ ചെയ്യുന്നില്ല, എഗ്രിമെൻറ്റില്ല, ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോഴത്തേന് ഒരു കൂട്ടത്തിലുള്ള നിമിഷനെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് നിനക്ക് എന്ത് ഷാനിക്കയോട് സംസാരിക്കാൻ, ഡയറക്റ്റ് ഷാൻ ചേട്ടനെ വിളിച്ചിട്ട് കാര്യം പറയാൻ പറഞ്ഞു. ഞാൻ അതനുസരിച്ച് ഷാനിക്കയെ വിളിച്ചിട്ട് ഷാനിക്കോടെ നേരിട്ട് കടന്ന് സ്റ്റുഡിയോയിലോട്ട് വരാൻ പറഞ്ഞു. ഞങ്ങൾ നേരിട്ട് പോയി കാര്യങ്ങളെല്ലാം കണ്ടു. ഞാൻ പറഞ്ഞു, ഷാനിക്ക അങ്ങനെ ഞാൻ ബാക്കൗട്ട് ചെയ്യുക, ഒരു രൂപ എനിക്ക് കളയാനില്ല ഷാനിക്ക, ഞാൻ ബാക്കൗട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ പറഞ്ഞ് 2 ദിവസത്തിനകം നിനക്ക് എല്ലാം ക്ലിയർ ആക്കി തരാമെന്ന് പറഞ്ഞു ഷാനിക്ക. വന്നിട്ടും ആയില്ല. അങ്ങനെ വീണ്ടും ഞാൻ 18 രാത്രി ഷാനിക്ക നേരിട്ട് പോയി കണ്ടു. അന്ന് എൻ്റെ കൂട്ടത്തിൽ ഗിറ്റാറിസ്റ്റ് ആകാശിനെ കൊണ്ട് വിളിച്ചുകൊണ്ട് ഞാൻ പോയി നേരിട്ട് കണ്ടു. ഷാനിക്ക ഇനി ആയില്ല, ഞാൻ ബാക്കൗട്ട് ചെയ്യുമോ, എനിക്ക് ഷോ ചെയ്യാൻ താല്പര്യമില്ല, കാരണം പ്രോപ്പർ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പ്രോപ്പർ എഗ്രിമെൻറ്റ് എനിക്ക് തരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞു. ഷാനിക്ക പറഞ്ഞു, നാളെ രാവിലെ നിനക്കെല്ലാം ഞാൻ ക്ലിയർ ആക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ 19 രാവിലെ ഒരു മീറ്റിംഗ് ഫിക്സ് ചെയ്യുന്നു. ഞാൻ മീറ്റിങ്ങിനായിട്ട് ഇവിടുന്ന് ഇറങ്ങുന്നു. എറണാകുളത്തുനിന്ന് തേവരേന്ന് ഇറങ്ങുന്ന സമയത്ത് ഷാനിക്ക എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഷാനിക്കയുടെ വൈഫ് സൈറ എത്തിക്ക് ഭയങ്കര മീറ്റിങ്ങും കാര്യങ്ങളായിട്ട് നിൽക്കുവാടാ, നമുക്കിപ്പോൾ ഈ മീറ്റിംഗ് കൂടണ്ടെന്ന്, നമുക്ക് വൈകുന്നേരത്തേക്കോ നാളെ രാവിലത്തേനോ മീറ്റിംഗ് കൂടാന്ന് പറയുന്നു. ഞാനത് കേട്ടു. സുഖമില്ലെന്ന് പറയുമ്പോൾ നമ്മളെന്താ ബ്രോ പറയുന്നു? ഞാൻ ഓക്കെ, അത് കേട്ടു. അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ, അന്ന് തന്നെ വിളിച്ചില്ല, പിറ്റേ രാവിലെ ഞാൻ അങ്ങോട്ട് വിളിച്ചു, എടുത്തില്ല. അത് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ട്, നീ ഒരു ടെൻഷനും വേണ്ട, ഈ ഷോ ഫുൾ ഓഫ് ചെയ്യാം, നിൻ്റെ ലാഭമായാലും നഷ്ടമായാലും നിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഞാൻ തരാം, 35 lakhs ഞാൻ തരാന്നുള്ള രീതിയിൽ പുള്ളി പറയുന്നു. ഓഹോ, അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ വഞ്ചിക്കിട എന്നുള്ള ഉദ്ദേശം കൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഓരോ തവണ ഈ പറയുന്ന ലിജോ അഗ്രിമെന്റ് എഴുതാൻ വേണ്ടി ചായന്റെ അടുത്തേക്ക് പോകുമ്പോൾ പുള്ളിക്കാരൻ ഓരോ ന്യായങ്ങൾ പറഞ്ഞ് അഗ്രിമെന്റ് എഴുതുന്നത് മുടക്കായിരുന്നു അല്ലേ? ആദ്യം വിളിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ഭയങ്കര ബിസിയാണ്, 2 ദിവസം കഴിഞ്ഞിട്ട് വന്ന്. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ പറഞ്ഞ് ഇനി അടുത്ത ദിവസം രാവിലെ വാ, നമുക്ക് റെഡിയാക്കാന്ന്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ചെന്നപ്പോൾ പറഞ്ഞ് ഭാര്യയ്ക്ക് സുഖമില്ല, തലവേദനയാണ്, നീ രാത്രിയോ വൈകുന്നേരം അങ്ങനെ വിളിക്കുന്നു. അങ്ങനെ രാത്രി വൈകുന്നേരം വിളിച്ചപ്പോൾ ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ അടുത്ത ദിവസം വന്ന് മെസ്സേജ് അയക്കുകയാണ്, നീ വേണമെങ്കിൽ ഷോ ഫുൾ ഓഫ് ചെയ്തോ, നിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് മുഴുവൻ ഞാൻ തരാമെന്നൊക്കെ. അങ്ങനെ പറഞ്ഞ് എങ്ങനെയൊക്കെ അഗ്രിമെന്റ് ഇല്ലാണ്ട് കൺവിൻസ് ചെയ്യിപ്പിച്ചെടുത്ത് പുള്ളിക്കാരൻ അല്ലേ? അവസാനം മൂഞ്ചിപ്പിക്കുകയും ചെയ്തു. എന്തായാലും പൈസ കിട്ടില്ലെന്ന് ഉറപ്പായപ്പോൾ ഈ പറഞ്ഞ ഓരോരോടെ ലിജോ എന്താക്കി, ഈ പറഞ്ഞ ഷാൻ റഹ്മാനെയും ഭാര്യയും നിരന്തരമായി മാറി വിളിച്ചു. അങ്ങനെ ഒരുപാട് വിളിച്ച് ഷാനിന് ബുദ്ധിമുട്ടായി എന്ന് തോന്നിയ സമയത്ത് ഷാൻ എന്താക്കി, ഇവനൊരു വോയിസ് ക്ലിപ്പ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോ പുറത്തായിട്ടുണ്ട്, നമുക്ക് എന്തായാലും ഒന്ന് കേട്ടോക്കാം. നിജു, വളരെ ചുരുക്കം കുറച്ച് വാക്കുകളിൽ നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം. ഞാനിനി നിജുവിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പോകുന്നില്ല, ഞാൻ തീരുമാനിച്ചു. കാരണം സൈറ ഇത്രയും സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ഒരു സമാധാനവും എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അവൾ പറയുന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് അത് ശരി, അയാൾക്ക് 38 ലക്ഷം രൂപ കിട്ടാണ്ടെന്നുണ്ടെങ്കിൽ അയാൾ അതന്നെയല്ലേ പറയുള്ളൂ. അതല്ലാണ്ട് വിളിച്ചിട്ട് എമ്പുരാന്റെ പുതിയ ട്രെയിലർ ഉണ്ടോന്നൊന്നും ചോദിക്കൂലല്ലോ. ഓരോ തവണ വിളിക്കുമ്പോഴും അയാൾ കിട്ടാനുള്ള പൈസനെ കുറിച്ച് തന്നെ ചോദിക്കുള്ളൂ. അതാരായാലും അങ്ങനെ തന്നെ. നിങ്ങളെ കയ്യിൽ നിന്ന് പൈസ കിട്ടുന്നവരെ അയാൾ അത് ചോദിച്ചുകൊണ്ടേയിരിക്കും. എന്നാലും ബാക്കി പറഞ്ഞോട്ടെ. ഇതൊന്ന് മുന്നോട്ട് എങ്ങോട്ടേക്കും പോകുന്നില്ല. ഓക്കെ, ഇന്നലെ രാവിലെ ഞാൻ സ്റ്റുഡിയോയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഞാൻ കേൾക്കുന്നത് അവളും നിങ്ങളും കൂടെ തർക്കിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അഗൈൻ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവൾ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും പറയും. കാരണം ബേസിക്കലി നിങ്ങളോട് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായല്ലോ. എന്നാ പിന്നെ കൊടുക്കാനുള്ള പൈസ കൊണ്ട് കൊടുത്ത് തീർത്തൂടെ? ഇവിടെ ഷാൻ റഹ്മാൻ നായികക്ക് 40 വട്ടം ഒരേ കാര്യം തന്നെയാണ് പറയുന്നത് അല്ലേ? നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ. ഷാൻ റഹ്മാൻ ഇപ്പൊ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പറയുന്ന കാര്യങ്ങൾ വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിങ്ങനെ പറയുന്ന കാര്യങ്ങൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്ന ഊടി എത്തൂല. രണ്ടാളിങ്ങനെ പറയുന്ന കാര്യങ്ങൾ വീണ്ടും പറഞ്ഞുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. എന്തായാലും ബാക്കി പറഞ്ഞോട്ടെ. അവള് ഇടാനുള്ള 20 ലക്ഷം എവിടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ വേറെ എന്താണ്ടോ പിന്നാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. 20 ലക്ഷമോ? അതെന്താണ് ഒരു 20 ലക്ഷത്തിന്റെ കണക്ക്? അതെവിടെയും കണ്ടില്ലല്ലോ. കിട്ടാനുള്ള 38 ലക്ഷം റുപ്യ ഓക്കെ, ഇടാനുള്ള 20 ലക്ഷം ഇവിടുന്ന് കയറി വന്നു. ആർക്കറിയാം, അത് ഷാൻ റഹ്മാൻ തന്നെ പറയട്ടെ. പുള്ളിക്കാരൻ ഇതിനെ കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ തരുമെന്ന് നമുക്ക് വിചാരിക്കാം. ഒരു ബാക്കി കേട്ടോക്കാം. അപ്പൊ ഇനി സൈറനെ വിളിച്ചിട്ട് ഈ രീതിയിലുള്ള സംസാരം ഉണ്ടായാൽ ഐ വിൽ ഗോ അഗൈൻസ്റ്റ് യു. സൈറ വിൽ ഫയൽ എ കേസ് അഗൈൻസ്റ്റ് യു. ഹറാസ്മെന്റിന് വേണ്ടിയിട്ട് ഒരു കേസ് നിങ്ങൾക്കെതിരെ അവളോട് കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം വേറൊന്നുമില്ല, നിങ്ങൾ സെയിം കാര്യം തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ഓഹോ, അപ്പൊ അതാണല്ലേ അവസാനത്തെ മൂവ്, ഭാര്യനെ കൊണ്ട് ഹറാസ്മെന്റിന് കേസ് കൊടുപ്പിക്കുക. അങ്ങനെ കൊടുപ്പിച്ച് കഴിഞ്ഞാണെങ്കിൽ പിന്നെ ഇയാളൊന്നും പറഞ്ഞ് നിങ്ങളെ ശല്യപ്പെടുത്തൂലല്ലോ. അതായിരിക്കണം ഷാൻ റഹ്മാന്റെ ഉള്ളിലിരിപ്പ്. കയ്യിൽ നിന്ന് പോയിന്ന് കാണുമ്പോൾ പലരുടെയും കച്ചിത്തുരുമ്പ് ഇതാണല്ലോ, പെണ്ണിനെ കൊണ്ട് ഹറാസ്മെന്റ് കേസ് കൊടുപ്പിക്കുക എന്നുള്ളത്. പുള്ളിക്കാരൻ ഇപ്പൊ ആ വഴി അങ്ങ് നീങ്ങി അല്ലേ? നല്ല കാര്യം. എന്തായാലും ഇവര് കേസ് കൊടുക്കുന്നു പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോൾ ലിജ എന്താക്കിയെന്ന് അറിയാം, ഇവർക്കെതിരെ കേസ് അങ്ങ് കൊടുത്തു, വിശ്വാസവഞ്ചനം കാണിച്ചെന്ന് പറഞ്ഞുകൊണ്ട്. അതെന്തായാലും നന്നായി. എന്തായാലും ഷാൻ റഹ്മാൻ ബാക്കി പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അറോറ ഇപ്പോഴും ഒരു പട്ടിക്കും അറിയില്ല, ഉദയം അറിയാം, അറോറ ആർക്കും അറിയില്ല. അപ്പൊ അതുകൊണ്ട് അത് വിട്ടേക്ക്, അതല്ല ഇവിടെ ടോപ്പിക്.
അപ്പറഞ്ഞത് തീരെ ശരിയായില്ല ഷാൻ റഹ്മാൻ. ഇത് നിങ്ങളൊരു കമ്പനിയെ താഴ്ത്തി കെട്ടുന്ന പോലെ ആയിപ്പോയി. ആ കമ്പനി ഉണ്ടായത് കൊണ്ടാണ് നിങ്ങളുടെ ഇവന്റ് ഇത്ര ഭംഗിയായിട്ട് നടന്നതും കൂടി നിങ്ങൾ ആലോചിക്കണം. നിങ്ങളുടെ ഈ ഉയരെ എന്ന പരിപാടി വിജയിക്കുന്നതിൽ ഈ കമ്പനിയും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കമ്പനിയെ കുറിച്ച് ഒരു പട്ടിക പോലും അറിയില്ല എന്ന രീതിയിൽ പറഞ്ഞ് അപമാനിച്ചത് വളരെ മോശമായിപ്പോയി. അവരൊരിക്കലും പ്രൊമോഷന് വേണ്ടിയല്ല നിങ്ങളെ സമീപിച്ചത്. അവർക്ക് ചെയ്ത പടിക്കുള്ള ക്യാഷ് കിട്ടണം. അത് നിങ്ങൾ കൊടുക്കാൻ തയ്യാറാവാതെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. ഇനി എന്റെ ഭാര്യക്ക് നിങ്ങൾ തലവേദന ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിജു നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഓക്കെ, ഭാര്യയോടുള്ള സ്നേഹം വളരെ നല്ലതൊക്കെ തന്നെയാണ്. അത് നിങ്ങളുടെ ഓരോ സംസാരത്തിൽ നിന്നും മനസ്സിലാവുന്നുമുണ്ട് നിങ്ങൾ ഭാര്യ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്ന്. പക്ഷെ ആ ഭാര്യ സ്നേഹം ഒരാളെ വഞ്ചിക്കാൻ വേണ്ടി ഉപയോഗിക്കരുത് മിസ്റ്റർ ഷാൻ റഹ്മാൻ. എല്ലാവരും ഇവിടെ നെട്ടോട്ട് ഓടുന്നത് ജീവിതത്തിന്റെ നാലറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള ഒരാൾ നിങ്ങൾക്ക് വേണ്ടി ഒരു സേവനം ചെയ്തു തരുന്ന സമയത്ത് ഒരിക്കലും അവരോട് വിശ്വാസവഞ്ചന കാണിക്കരുത്. അത് ഏറ്റവും വലിയ ചെറ്റത്തരാണ്. ഇത്രയും ഈ അവസരത്തിൽ ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? സ്വന്തം തോളിൽ കയറ്റി നടക്കുന്ന ബെസ്റ്റിയോടാണെങ്കിലും ബിസിനസ് ചെയ്യുന്ന സമയത്ത് അതിന് പ്രോപ്പർ വേയിൽ അഗ്രിമെന്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ബിസിനസ് ചെയ്യുക. ഇല്ലെങ്കിൽ ഇതേപോലെ വഞ്ചിക്കപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. മനുഷ്യനല്ലേ, എപ്പോൾ മനസ്സ് മാറും നമുക്ക് പറയാൻ പറ്റൂലല്ലോ. ഇന്ന് തോളിൽ കയറ്റി നടന്നവൻ നാളെ ശത്രു. അതാണല്ലോ മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്നത്. എന്നാൽ അതൊക്കെ ഞാൻ പറഞ്ഞ് നീട്ടിൽ ആഘടിപ്പിക്കുന്നില്ല. എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നില്ല. അടുത്തൊരു ടോപ്പിക്കുമായിട്ടും കാണാം.